ഞങ്ങളിന്ന് ഡോർണിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതിപ്പോൾ നമ്മുടെ പോളിബെട്ടഡ മെയിൻ ടൗണാണ്. പോളിബെട്ടഡിലാണ് നമ്മുടെ ലൂർദ് മാതാവിൻ്റെ ദേവാലയമാണ് നമ്മുടെ ഈ കാണുന്നത്. ഇനി ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ചെല്ലുമ്പോഴേക്ക് 2 വഴികളാണ്. ഒന്ന് ഗോണിക്കുപ്പയിലേക്ക് പോകുന്നതും മറ്റൊന്ന് തിത്മത്തിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തിത്മത്തി വഴി കൂടിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് ഷോർട്ടാണ്. ഒരു 10 കിലോമീറ്ററോളം നമുക്ക് ഷോർട്ടായിട്ട് കിട്ടും. ഇത് ടാറ്റാ കാപ്പിയുടെ ഹെഡ് ഓഫീസായിരുന്ന എവിടെയാണ്. അവർ തന്നെ ഒരു ഗ്രൗണ്ടാണ്, ഏറ്റവും മനോഹരമായ ഗ്രൗണ്ട്. കടവണ്ടിയിലായതുകൊണ്ട് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇതാണ് ഒരു ഹെഡ് ഓഫീസിന്റെ കെട്ടിടങ്ങൾ. കാലത്തായതുകൊണ്ട് എല്ലാവരും അവരവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി പോവുകയാണ്. ഇവിടെ മുസ്ലിങ്ങളുടെ ഒരു ഖബറിടമാണ്. അത് പഠാൻ ബാബ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഖബറിടമാണ്. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ റോഡ്, ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ആ ട്രാക്ടർ പോകുന്ന റോഡാണ് ഗോണിക്കുപ്പ പോകുന്നത്. നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മൈസൂറിലേക്കും എല്ലാം ആ 2 റോഡും വന്ന് യോജിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ നമ്മൾ തിത്മത്തിയിലേക്കാണ്. തിത്മത്തി വഴിയാണ് ഞങ്ങൾ ഡോർണലിലേക്ക് പോകുന്നത്. അവാക്കാഡോ നട്ടിട്ട് ഒരുപാട് ഇതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. അത് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചു തരാം. വാഗപ്പൂത്ത് ഇങ്ങനെ നല്ല മനോഹരമായിട്ടിരിക്കുകയാണ് വാഗപ്പൂ. ഇതെവിടെയാണ് അവക്കാഡോ തോട്ടം. അവക്കാഡോ എന്ന് വെച്ചാൽ നമ്മളുടെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. പിന്നെ വേറെ കന്നഡത്തിൽ പറയുകയാണെങ്കിൽ ബെണ്ണയാണ്. ഒരുപാട് ഇത് പൂത്ത് കായായിരിപ്പുണ്ട്. ഇത്ര സ്പീഡായതുകൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഒരു ദിവസം ഞാനത് വന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. വളരെ നമുക്ക് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല ഒരു ശാന്തമാണ് ഫോറസ്റ്റും തന്നെ. ഇവിടെ അടുത്ത് തന്നെ ഫോറസ്റ്റ് ഡിപ്പോയാണ്. ഫോറസ്റ്റ് ഡിപ്പോ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റിൽ വന്നിരിക്കുന്ന എല്ലാ മരങ്ങളും ഇവിടെ ലേലം പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇതാണ് ഫോറസ്റ്റ് ഡിപ്പോ. ആവശ്യക്കാർക്ക് വരാം, വന്ന് ലേലം പിടിക്കാം. ഇതൊക്കെയാണ് ഫോറസ്റ്റുകാരുടെ കെട്ടിടങ്ങളും ഓഫീസുമൊക്കെയാണ്. ഇതിൽ ഫോറസ്റ്റുള്ള തടികളാണ് കാണുന്നത്. ഇടത് സൈഡാണെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഉദ്ദേശിച്ച തിത്മത്തി ടൗൺ ആ സ്കൂൾ ബസ് പോകുന്നത് ഗോണിക്കുപ്പയിലേക്ക്. ഞങ്ങൾക്ക് ഗോണിക്കുപ്പയിലേക്ക് വഴി ഞങ്ങൾ അപ്പോഴേ കണ്ട വഴി. ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുന്നത് നേരെ മൈസൂർ, അതുപോലെ ഉണസൂർ, മൈസൂർ, KR നഗര, പിന്നെ ഡോർണലി എല്ലാ സ്ഥലത്തേക്ക് പോകാനുള്ള സ്ഥലമാണിത്. തിത്മത്തിയുടെ ലാസ്റ്റ് എൻട്രിയാണിത്. ഇത് കഴിഞ്ഞ് ഞങ്ങളോടുള്ളത് ആനച്ചപ്പൂർ എന്നുള്ള ഒരു ഫോറസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് കിട്ടുന്ന അതായിരിക്കും. ഇനി ഞാൻ ആനച്ചൗക്കൂറിൻ്റെ ആ സ്ഥലത്ത് ചെന്നിട്ട് ഷൂട്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും തിത്മത്തി ഫോറസ്റ്റിൻ്റെ റേഞ്ചാണ്. ഫോറസ്റ്റാണ് ഈ കാണിക്കുന്നത് 2 സൈഡും. അപ്പോൾ ഇതൊരു 3-4 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് 2 റോഡാണ് പിന്നെ അവിടെ നിന്ന് കിട്ടുന്നത്. ഒന്ന് നേരെ പോകുന്നത് ഉണസൂർ വഴി, മറ്റൊന്ന്
പിരിയാപ്പട്ടണം വഴിയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ആ റോഡിനെ കുറിച്ച് കാണിച്ചു തരാം. കാലത്ത് ഈ സമയമായതുകൊണ്ട് അധികം വാഹനങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരുപാട് വാഹനം ഓടുന്ന ഈ റോഡിലൂടെ കൂടുതലും രാത്രി സമയങ്ങളിലാണ് മൈസൂർ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വണ്ടി വരുന്നത്. കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. കേരളത്തിൽ വെച്ചാൽ മാനന്തവാടിയും തലശ്ശേരി എന്നൊക്കെ വരുന്ന ബസ്സൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെ ആന വളർത്തുന്ന കേന്ദ്രങ്ങളുണ്ട്. ആന വളർത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാട്ടാനകളൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് മെരുക്കി അതിനെ വളർത്തിയെടുത്തിട്ട് പിന്നെ അത് ഇവിടെ ഉപയോഗിക്കുന്നത് ദസറയ്ക്ക് വേണ്ടിയിട്ടാണ്. ദസറ സമയത്ത് ഈ ആനകളെയൊക്കെ കൊണ്ടുപോയി ഒരുപാട് ഇതൊക്കെ ആക്കുന്നുണ്ട്, കാഴ്ചകളായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ആനവളർത്ത് കേന്ദ്രം. ആനവളർത്ത് കേന്ദ്രം എന്നാ കാണുന്നത്. ഇതാണ് ആനവളർത്ത് കേന്ദ്രം. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ ചെക്ക് പോസ്റ്റായി. അതായത് ചെക്ക് പോസ്റ്റ് അല്ല, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അത് കൂർഗ്, അതായത് കൊടകിൻ്റെയും മൈസൂറിൻ്റെയും ബൗണ്ടറിയാണ്. 2 ജില്ലയുടെയും അതിരാണ് ഇവിടെ. ഏതാണ്ട് ഈ കയറ്റം കയറി ചെന്ന അടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡ് പിരിയാപ്പട്ടണം പോകുന്നു. സ്ട്രൈറ്റ് നമ്മൾ പോകുന്നത് ഉണസോറ്. ഈ അടുത്ത് കാണുന്ന ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ 2 സ്ഥലത്തേക്ക് പോകുന്ന റോഡ്. ഒന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡ് പിരിയാപ്പട്ടണം. പിരിയാപ്പട്ടണത്തിൽ നിന്ന് പിന്നെ ഇത് റൈറ്റിലേക്ക് നേരെ നമ്മൾ പോകുന്നത് ഉണസൂർ. ഫോറസ്റ്റിന്റെ നടുക്കുള്ള ഒരു വഴിയമ്പലമാണിത്. ഇവിടെ ഒരു കൊന്ന പൂത്ത് അങ്ങനെ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഈ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന മരങ്ങൾ ഒരു പൂക്കളുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാകുന്നില്ല, പൂക്കളുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വഴിയമ്പലം. ഫോറസ്റ്റിന്റെ ഇനിയിപ്പോൾ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ തീർന്ന് ഫോറസ്റ്റിൻ്റെ ഇത് കഴിഞ്ഞു. പിന്നെ നല്ലൊരു സ്ഥലങ്ങളാണ്, ഇനി പാടങ്ങളാണ്. ഞാൻ പറ്റുമെങ്കിൽ അതൊക്കെ കുറച്ച് ചിത്രീകരിക്കാം.